ഹായ് ഹലോ ഇറ്റ്സ് മീ മേബിൾ. അപ്പോൾ നമ്മളിന്ന് പാലക്കാട് വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മളൊരു 1.5 മാസം വീട്ടിലൊക്കെ വന്ന് നിന്ന് തിരിച്ച് നമ്മൾ പാലക്കാട് പോവാട്ടോ. എല്ലാവരും ഉണ്ട് നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി. സോണിയ ചേച്ചി, ചാക്കോപ്പി, പുന്നാരി, പിന്നെ ദാവി ചേച്ചി, എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. എല്ലാവർക്കും വിഷമമാണ്. അങ്ങനെ ഷീബ ചേച്ചി, ഡാരിയോ, ഡൈന അവിടെയും ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അവരോട് നമ്മൾ ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാം. പിള്ളേരെ എല്ലാവർക്കും ഭയങ്കര മിസ് ചെയ്യുന്നൊരു വിഷമത്തിലാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ടോമിച്ചേട്ടാനെ കണ്ടു. ടോമിച്ചേട്ടാനും ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ പോയി. ഇതാ നമ്മുടെ പോളൂട്ടൻ സൈഡായി കേട്ടോ. അവൻ രാവിലെ അവന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ടൊക്കെ പോകുന്നതുകൊണ്ട് അവൻ ഉറങ്ങി. എന്നാലും ജോക്കുട്ടൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അവനിങ്ങനെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുവാണ്. അവൻ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് കളിയും ചിരിയും വഴക്കൊക്കെ ആയിട്ട്. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും മടുത്തു കേട്ടോ. കാരണം ഇത്രയും ദൂരമല്ലേ, പിള്ളേരെല്ലാം ടയേർഡായിരുന്നു. ഉറങ്ങാനാന്നും പറഞ്ഞ് അമ്മച്ചിയുടെ മടി കിടന്നതാണ്. എപ്പോൾ ഉറങ്ങുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ വണ്ടിക്ക് പെട്രോളൊക്കെ അടിച്ചു. ഇത്രയും ദൂരം പോകാനുള്ളത് കൊണ്ട് അഡ്വാൻസ് ആയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പോന്നു. നമ്മൾ പാലക്കാട് പോകുന്ന റൂട്ടാട്ടോ. നല്ല രസമാണ്. ഫുള്ള് ഹൈവേ ആണ്. നല്ല രണ്ട് സൈഡ് നല്ല സീനറി ഒക്കെയാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് കുതിരാൻ തുരങ്കത്തിൽ വന്നു. കുതിരാൻ ടണൽ. ഇതിപ്പം ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട് ഇതിനകത്ത്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ഇതിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഓരോ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ അച്ചാച്ചന് ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് കോളൊക്കെ വരുമ്പോഴത്തേക്കും പുറത്തിറങ്ങി ഫോൺ വിളിക്കുന്നു. അല്ലെ പിള്ളേരുടെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് സീനാവും. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് കോൾ വരുമ്പോഴത്തേക്ക് അച്ചാച്ചൻ പുറത്തിറങ്ങും. ആ നേരം കൊണ്ട് ഞങ്ങൾ 2-3 ക്ലിപ്സൊക്കെ എടുത്തു. ഇത് ജോഗുട്ടൻ്റെ ഒരു ഫേവറേറ്റ് ടോയ് ആട്ടോ. അവൻ എവിടെ പോയാലും ആ സാധനം വേണം. നമ്മൾ മാറ്റി വെച്ചാലും അവനത് വേണം. അങ്ങനെ നമ്മൾ ഒരു ടോളൊക്കെ കുറേ 2-3 ടോളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ഇപ്പം തന്നെ സമയം 2 മണി എന്തോ കഴിഞ്ഞായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മുടെ ഒരു കസിൻ ആൻറ്റിയുടെ വീട്ടിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്നും ഇറങ്ങി ഫുഡ് കഴിച്ചില്ല. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ആൻറ്റിയുടെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ക്ലിപ്സൊന്നും എടുത്തില്ല കേട്ടോ. വരുന്ന വഴിക്കൊരു പാടം കണ്ടേ. അപ്പോൾ ശരിക്കും ഞാൻ പാടത്തിൻ്റെ തൊട്ടടുത്ത് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ ഞങ്ങളെയും കൂട്ടി ഇറങ്ങി 2-3 വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി. അങ്ങനെ അവർ രണ്ടുപേരും അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മടിയിലിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ പോളൂട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് പാലക്കാട് എത്തി.